സമഗ്ര വികസനത്തിനൊപ്പം ക്ഷേമവും ഉറപ്പാക്കാനായതാണ് LDF സർക്കാരിന്റെ നേട്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് എറണാകുളം കാക്കനാട് സംഘടിപ്പിച്ച ജില്ലാതല മുഖാമുഖം പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി. അതിഥി തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന പദ്ധതിയും മുഖ്യമന്ത്രി ചടങ്ങിൽ പ്രഖ്യാപിച്ചു. വിവരങ്ങൾ സാലി മുഹമ്മദ് നൽകും. റിപ്പോർട്ട് കാണാം. LDF സർക്കാരിന്റെ വാർഷികത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ 2 പരിപാടികളാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത് നടന്നത്. രാവിലെ തെരഞ്ഞെടുക്കപ്പെട്ടവരുമായുള്ള മുഖാമുഖം പരിപാടി, മറ്റൊന്ന് വൈകിട്ട് LDF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ബഹുജന റാലി. 2 പരിപാടികളും വലിയ വിജയമായിരുന്നു എന്ന് തന്നെ പറയാം. 2 യോഗങ്ങളിലും മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന ക്ഷേമ പദ്ധതികൾ എണ്ണി അക്കമിട്ട് മുഖ്യമന്ത്രി വിശദീകരിക്കുകയായിരുന്നു ചെയ്തത്. അതിനോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം, അത് ജനങ്ങളിൽ എത്താതിരിക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ എടുക്കുന്ന സമീപനം ഒക്കെ അദ്ദേഹം വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുകയും ചെയ്തു. രാവിലെ കാക്കനാട് കിൻഫ്ര പാർക്കിൽ നടന്ന ഈ പ്രമുഖരുമായുള്ള, അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായുള്ള കൂടിക്കാഴ്ചയിൽ 500 പേരാണ് പങ്കെടുത്തത്. അതിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഒട്ടേറെ പേർ പങ്കെടുത്തു. അതിഥി തൊഴിലാളികൾ മുതൽ വൻകിട വ്യവസായികൾ വരെ അതിലുണ്ടായിരുന്നു. അവരെല്ലാം അവരവരുടെ അഭിപ്രായം പറഞ്ഞു. മുഖ്യമന്ത്രി അതിന് മറുപടിയും പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു LDF റാലി. ഏതാണ്ട് 1.5 ലക്ഷത്തോളം പേർ പങ്കെടുത്ത വലിയ ബഹുജന റാലിയാണ് കലൂർ സ്റ്റേഡിയത്തിൽ നടന്നത്. അവിടെയും മുഖ്യമന്ത്രി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസനക്ഷേമ പദ്ധതികൾ വിശദമായി തന്നെ പ്രതിപാദിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, 2016 മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്, LDF വരും എല്ലാം ശരിയാകും എന്നുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമായ 9 വർഷക്കാലമാണ് കടന്നുപോയത്. നമ്മൾ നവകേരളം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അത് വെറും സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നതാണ്. അത് ഏതെങ്കിലും കാലത്ത് യാഥാർത്ഥ്യമാകേണ്ടതല്ല, ഈ വർത്തമാനകാലത്ത് തന്നെ നമ്മൾ യാഥാർത്ഥ്യമാക്കും എന്ന് പ്രഖ്യാപിച്ചാണ് മുഖ്യമന്ത്രി എറണാകുളത്ത് നിന്ന് മടങ്ങിയത്.